ദുലീപ് ട്രോഫിക്കുള്ള ടീമുകൾ പ്രഖ്യാപിച്ചിട്ടു ദിവസങ്ങളെ ആയുള്ളൂ. തുടക്കത്തിലെ ആ 4 ടീമുകളിലേക്കും സ്ഥാനം പിടിക്കാൻ ഇന്ത്യയുടെ മലയാളി താരം സഞ്ജു സാംസന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് താരത്തോടുള്ള കടുത്ത അവഗണന തന്നെയാണ്. കാരണം സഞ്ജുവിനേക്കാളും ട്രാക്ക് റെക്കോർഡ് കുറഞ്ഞ നിരവധി പേർ ആ 4 ടീമുകളിലുമായി ഉൾപ്പെട്ടു. അടുത്ത ഇന്ത്യൻ ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മാനദണ്ഡമാകും എന്ന് കരുതപ്പെടുന്ന ഈ ടൂർണമെന്റിലേക്ക് സഞ്ജുവിനെ തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു. ഇത്തവണ ദുലീപ് ട്രോഫിയുടെ പ്രത്യേകത ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളിൽ കളിക്കുന്നുണ്ട് എന്നതാണ്. ഇവരിൽ പലർക്കും ദുലീപ് ട്രോഫി നിർണായകവുമാണ്. ഫോമിലേക്ക് എത്താനാവാതെ വന്നാൽ ഇവരിൽ പലരുടെയും ഇന്ത്യൻ ടീമിലേക്കുള്ള ഭാവി അടയുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അത്തരം ചില താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ താരം നിലവിൽ ദേശീയ ടീമിന് പുറത്തുള്ള ഇഷാൻ കിഷനാണ്. ദുലീപ് ട്രോഫിയിൽ ബാറ്റ്സ്മാൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിൽ തിളങ്ങേണ്ടതായുണ്ട്. നിലവിൽ BCCI കരാറിന് പുറത്തുള്ള താരമാണ് ഇഷാൻ. ഇന്ത്യയുടെ ഭാവി വിക്കറ്റ് കീപ്പർ എന്ന സ്ഥാനം സ്വപ്നം കാണുന്ന ഇഷാന് ടീമിലേക്ക് മടങ്ങിയെത്താൻ ദുലീപ് ട്രോഫി നിർണായകവുമാണ്. രണ്ടാമത്തെ താരം ഉമ്രാൻ മാലിക് ആണ്. ഇന്ത്യയുടെ സൂപ്പർ പ്രതീക്ഷയായ ഉമ്രാൻ മാലിക് വലിയ പ്രതീക്ഷ നൽകിയ താരമാണ്. അതിവേഗത്തിൽ പന്തുകൾ എറിയാൻ കഴിവുള്ള ഉമ്രാൻ IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിലൂടെയാണ് വളർന്നു വന്നത്. എന്നാൽ മികച്ച ലൈനും ലെങ്ത്തും കാത്തുസൂക്ഷിക്കാൻ സാധിക്കാതെ വന്നതോടെ മാലിക് തടയപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ഉമ്രാൻ മാലിക് തിരിച്ചു വരാൻ ദുലീപ് ട്രോഫിയിൽ തിളങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നു തന്നെ പറയാം. മറ്റൊരു താരം ധ്രുവ് ജുറേലാണ്. ഫിനിഷർ റോളിൽ തിളങ്ങാൻ ജുറേലിന് കഴിവുണ്ട്. ഋഷഭ് പന്തിന്റെ ബാക്കപ്പായി ജുറേൽ വളർന്നു വരാൻ സാധ്യതയുള്ള താരമാണ്. ഇതിനായി വരുന്ന ദുലീപ് ട്രോഫിയിൽ ധ്രുവ് ജുറേൽ തിളങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെ പറയാം. ജുറേൽ അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന താരമാണ്. ഇതിനോടകം ഇന്ത്യക്കായി ടെസ്റ്റിലും തിളങ്ങാൻ ജുറേലിന് സാധിച്ചു. പ്രസീദ് കൃഷ്ണയാണ് മറ്റൊരു താരം. വലങ്കയ്യൻ പേസറായ പ്രസീദ് ഇന്ത്യൻ ടീമിനൊപ്പം അരങ്ങേറിയെങ്കിലും പരിക്ക് തളർത്തി. ഇതോടെ ടീമിൽ നിന്ന് ഒതുക്കപ്പെട്ട പ്രസീദ് ഇപ്പോൾ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു. അതിന് ദുലീപ് ട്രോഫി മുതലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെ പറയാം. നിലവിൽ ഇന്ത്യക്കൊപ്പം മികച്ച പേസർമാർ ഉള്ളതിനാൽ പ്രസീദിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. വേറൊരു താരം മുകേഷ് കുമാറാണ്. ഇതിനോടകം 2020-ലും ടെസ്റ്റിലുമെല്ലാം ശ്രദ്ധേയ പ്രകടനം നടത്താൻ മുകേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പേസ് നിരയിൽ സീറ്റ് ഉറപ്പിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല. ഇപ്പോഴും പകരക്കാരന്റെ റോളാണ് മുകേഷ് കുമാറിനുള്ളത്. ഇതുമാറി സീറ്റ് ഉറപ്പിക്കാൻ ദുലീപ് ട്രോഫിയിൽ തിളങ്ങേണ്ടത് മുകേഷ് കുമാറിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. BCCI ഭാവിയിലേക്ക് വാർത്തെടുക്കാമെന്ന് വിശ്വസിക്കുന്ന ഈ ചില താരങ്ങൾക്ക് ദുലീപ് ട്രോഫിയിൽ തിളങ്ങാനായില്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള ഭാവി ഏറെക്കുറെ അടയുമെന്ന് ഉറപ്പാണ്.